ദുരൂഹത നീങ്ങാതെ ഷൈനിയുടെയും കുട്ടികളുടെയും മരണം അവരെ ആത്മഹത്യയിലേക്ക് നയിച്ച യഥാർത്ഥ വില്ലൻ ആര്? ഷൈനിയുടെയും കുട്ടികളുടെയും ആത്മഹത്യക്ക് കാരണം ഭർത്താവ് നോബിയും സഹോദരനും കുടുംബാംഗങ്ങളുമാണെന്ന നിഗമനത്തിലായിരുന്നു ഇതുവരെ പൊതുസമൂഹവും പോലീസും. എന്നാൽ ഭർതൃകുടുംബം മാത്രമല്ല, സ്വന്തം കുടുംബവും ഷൈനിയുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണത്തിന് കാരണമായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് നോബിയുടെയും കുടുംബാംഗങ്ങളുടെയും പീഡനവും അവഗണനയും താങ്ങാനാകാതെ സ്വന്തം വീട്ടിലെത്തിയ ഷൈനിക്കും കുട്ടികൾക്കും അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള സ്വീകരണവും സംരക്ഷണവുമല്ല ലഭിച്ചത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷൈനിയുടെ നാട്ടുകാരനും ഷൈനിയെയും പിതാവിനെയും നന്നായിട്ട് അറിയാവുന്ന ജോർജ് പുല്ലാട്ട് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ആ കുറിപ്പ് വായിക്കുന്നവരുടെ മനസ്സിൽ ഷൈനിയുടെ കുടുംബാംഗങ്ങൾക്കും ആ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ജോർജ് പുല്ലാട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു: ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലാവുന്ന ഇടമാണ് പിറന്ന വീട് എന്ന സാമാന്യ ധാരണ ഷൈനിയുടെ കാര്യത്തിൽ തെറ്റായിപ്പോയി. അതോടെ പ്രത്യാശകളെല്ലാം അവസാനിച്ചു. പിള്ളേരെയും കൊണ്ടുപോയി ചാകടി എന്ന് അന്ന് രാത്രിയിൽ ഭർത്താവും കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനി ചിന്തയിൽ കൊണ്ടു നടന്നതെന്ന് വിചാരിക്കാവുന്ന കടുങ്കൈക്ക് മേൽ ആണിയടിക്കലുമായി. അക്കാര്യം രാത്രിയിൽ തന്നെ പിഞ്ചോമനകളോടും പറഞ്ഞു കാണും. അവരെ കൊണ്ട് മകൻ എഡ്വിനെ വിളിപ്പിച്ചു പറയിപ്പിച്ചു: ഞങ്ങൾ പോകുന്നു ചേട്ടായി, ഇനി നമ്മൾ തമ്മിൽ കാണില്ല. എന്താണ് ഉദ്ദേശമെന്ന് അവനപ്പോൾ പിടികിട്ടി കാണില്ല. വെളുപ്പിന് 4:43 ഷൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ CCTV ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാൻജോയുടെ CCTV ക്യാമറയിൽ നിന്നാണ്. ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യമാണിത്. ചുരുണ്ടുകൂടി മൂടി പുതച്ച് കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുളിരുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വലിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനി എന്നും നോവായി, നീറ്റലായി, വിങ്ങലായി, ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പം ഉണ്ടാകണം. ആ രാത്രിയിൽ ഷൈനി ഒരു പോള കണ്ണടച്ചിട്ടുണ്ടാകില്ല. കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിയിരിക്കാം. പുലരും മുൻപേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ കുടിയേറിയ ആ കടുംകൈ വിചാരത്തെ പുറത്താക്കാൻ ഒരു പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയില്ലല്ലോ എന്നോർത്തു നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു. മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ കുറിച്ചോ സഹോദരങ്ങളെ കുറിച്ചോ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല. എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെ കുറിച്ച് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു. ആദ്യം സിദ്ധാർത്ഥിനെ കുറിച്ചാണ്. കാരണങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല. പിന്നെ ഷൈനി, അലീന, ഇവാന എന്നിവരെ കുറിച്ചും. ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തവരായിരുന്നു അവർ. സിദ്ധാർത്ഥിനെ ഒരു കൂട്ടം പിശാചുകൾ കൊന്നു. ഷൈനിയെ സാഹചര്യങ്ങൾ കൊന്നു. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഒരു ഭാര്യ, സഹോദരി, മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ ആഗ്രഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമായിരുന്നതും കൊടുക്കാത്ത കുടുംബങ്ങളും കൂട്ടുകാരും സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ് അവരെ കൊന്നത്. കരുണയുടെ, കനിവിന്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ. ഇതിലൊക്കെ എത്ര സത്യമുണ്ടെന്നറിയില്ലെങ്കിലും ഷൈനിയുടെ പിതാവിന്റെ ഇടപെടലുകൾ ഷൈനിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിച്ച് കണ്ടുപിടിച്ച് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നൽകുക തന്നെ വേണം.